വചനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അത് പറയണേ? അത് എന്തുകൊണ്ടാണെന്നറിയാവാ? ഈ ന്യായം പാലിക്കുക എന്ന് പറയുന്നത്, നീതി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ഒരു വീക്ഷണകോണുണ്ടല്ലോ, നമ്മുടെ ഒരു കാര്യങ്ങൾ കാണുന്ന വഴി, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വഴി, അതിൽ നിന്നും മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ന്യായം പ്രവർത്തിക്കണമെങ്കിലും നീതി പ്രവർത്തിക്കണമെങ്കിലും മറ്റുള്ളവരുടെ വീക്ഷണകോണുകളിൽ നിന്നുകൂടി നോക്കിക്കാണുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അത് എല്ലാവരെ കൊണ്ടും അത് എത്ര എളുപ്പത്തിൽ നടക്കുകയാണ്. കാരണം ഞാൻ ന്യായം പ്രവർത്തിക്കുന്നുണ്ടോ നീതി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ എപ്പോഴും അതിനകത്തൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണ പോലെയാണ് ചെയ്തു പോണേ. മറ്റുള്ള ഒരാളുടെ കാണിൽ നിന്ന് നീതിയായിട്ടുള്ളതും ന്യായമായിട്ടുള്ളതും ചിലപ്പോൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് ഇത്ര വലിയ ന്യായമായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് വചനത്തിൽ നിന്ന് പറയണത്, ന്യായം പ്രവർത്തിക്കുന്നവരും നീതി പ്രവർത്തിക്കുന്നവരും ന്യായം പറയുന്നവരും അവർ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. മറ്റുള്ളവരുടെയും കൂടി വീക്ഷണകോണിൽ നിന്ന് മനസ്സിലാക്കി നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഇടയിൽ ന്യായവും നീതിയും പ്രവർത്തിക്കുന്നവരായിട്ട് മാറാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.